ഹലോ കൂട്ടുകാരേ, ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയാലോ? ഞാനിന്ന് പെരിങ്ങമല എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വയലാണ്, എൻ്റെ വയലല്ല, വേറെ ആളുടെ വയൽ. അപ്പോൾ ചെറിയ തോട്ടുവരമ്പിലൂടെ പോവുകയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോൾ അവിടെ വെള്ളം തേവാൻ വേണ്ടിയിട്ട് ചെറിയ ചാലെടുത്തിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം വന്ന് തോട്ടിലോട്ട് ഒഴുകി വീഴും. അങ്ങനെ ഞങ്ങൾ ചീരയും വാഴയും കവുകും പിന്നെ മരിച്ചിനിയും എല്ലാത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കൊക്കൊക്കെ വന്ന് ആൻറ്റിമാർ കള പറിക്കുന്നത് നോക്കി ഇരിപ്പുണ്ട്. ചീരയൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ വീഴുന്ന നിൽക്കുന്നതാണ്, നല്ല ഭംഗിയായിരുന്നു. ഇതാണ് നമ്മുടെ തോട്ടുവരമ്പിലൂടെ കയറിപ്പോകുന്ന വഴി. ചെറിയ വഴിയാണ്, നിറച്ച് കുന്താലപ്പുല്ലുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പാലം. ഈ പാലം കടന്ന് വേണം എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അതിന് പോകുന്ന വഴിക്കൊക്കെ അച്ഛൻ നിറയെ തുളസിയും കനകാംബരവും ചെമ്പരത്തിയും ശംഖുപുഷ്പവും അങ്ങനെ കുറേ ഓർഗാനിക്കായിട്ടുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഹെർബൽ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല മണമുള്ളൊരു ചെടിയാണ്. ഒരുപാട് പലതരം ചെമ്പരത്തികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ അഗസ്ത്യ ചീര, ശംഖുപുഷ്പത്തിൻ്റെ പലതര വെറൈറ്റികൾ, പിന്നെ വേപ്പ്, പിന്നെ മരിച്ചിനി, വാഴ, കോവയ്ക്ക, ബോഞ്ചിക്ക, പിന്നെ ചീലാന്തി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എൻ്റെ അച്ഛൻ നട്ട് വെച്ചിട്ടുണ്ട്. വള്ളിപ്പയർ, ചെറുപയർ, ഇത് കമ്മൽ ചെടിയാണ്. ഇതിൻ്റെ ഓർമ്മയെന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ അത് ചെവിയിൽ ഒരു കമ്മലായിട്ട് വയ്ക്കാറുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ ഇത് ആ ചെടിയുടെ പേര് വന്നിട്ട് ആടലോടകം, മുരിങ്ങയില, അങ്ങനെ ഒത്തിരി തരം വെറൈറ്റികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുളകിൻ്റെ തന്നെ പല ഐറ്റം മുളകൊക്കെ അച്ഛൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുരുമുളകിൻ്റെ തൈയാണ്. അത് പടർത്തി വിട്ടിരിക്കുന്നത് ആനമുന്തിരിങ്ങയുടെ മരത്തിലാണ്. ഇത് കോവയ്ക്ക വള്ളിയാണ്, അതിന് പടർത്തി വിട്ടിട്ടുണ്ട്. ഇത് ബോഞ്ചിക്ക, നെല്ലിക്ക വരെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇത് ചീലാന്തി മരം, ഇത് പുർത്തിച്ചക്ക, ഇത് കമുകാണ്. ഇത് ഞങ്ങളുടെ അല്ല, നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഇതൊക്കെ വെറൈറ്റി കാഴ്ചകളാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മ ചോറ് വയ്ക്കുന്നതാണ്. അടുപ്പിൽ നല്ല തെങ്ങിൻ തടി വിറകിലിരുന്ന് വേവുന്നത് കണ്ട ചോറ്, നല്ല റേഷനരി ചോറാണ്. അടുത്ത് നമ്മുടെ വീടും പരിസരവും ചെമ്പരത്തിയുടെ വെറൈറ്റിയും ചീലാന്തിയും ഒക്കെ തണൽ തരുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അച്ഛൻ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഒരു കുഞ്ഞു വാഴ കുരച്ച് നിൽക്കുകയാണ് കൂട്ടുകാരെ. ഇത് ഞങ്ങളുടെ തോട്ടിൽ മക്കൾ ഇറങ്ങി മീനിനെയും, വലിയ ആമയുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, കുഞ്ഞു മാനത്ത് കണ്ണി മീനുണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ട് അവർ ഇഷ്ടപ്പെട്ട് കുറേ നേരം തോട്ടിൽ കളിച്ചു. വീണ്ടും വയലിലോട്ട് ഇറങ്ങി കുറേ ഞണ്ടിനെ പിടിച്ച് വീട്ടിൽ വന്നു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ്